നമസ്കാരം. ആർഭാടങ്ങളില്ലാത്ത പ്രചാരണം, ജനകീയമായ ഇടപെടലുകൾ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്ന നിലയിൽ തൻ്റെ കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. 16 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 52,907 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷവുമായാണ് ചാണ്ടി ഉമ്മൻ വീണ്ടും കേരളത്തിലെ നിയമസഭയിൽ എത്തുന്നത്. മറ്റ് സ്ഥാനാർത്ഥികൾ കോടികൾ പ്രചാരണത്തിനായി ചെലവഴിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ തിരഞ്ഞെടുത്തത് തികച്ചും വ്യത്യസ്തമായ ഒരു പാതയായിരുന്നു. മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. ഫ്ലെക്സുകളില്ല, കുട്ടിക്കലാശങ്ങളില്ല, പരിസ്ഥിതി സൗഹൃദമായ പ്രചാരണത്തിന് അദ്ദേഹം മുൻഗണന നൽകി. സൈക്കിളിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിച്ച രീതി ജനശ്രദ്ധയെ ആകർഷിച്ചു. രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ വരെ സൈക്കിൾ ചവിട്ടിപ്പിച്ചു. പ്രചാരണത്തിനായി മാറ്റിവെച്ച തുക പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകാനായി ഉപയോഗിക്കുമെന്ന പ്രഖ്യാപനം വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 37,719 വോട്ടിനായിരുന്നു ചാണ്ടി ഉമ്മൻ ആദ്യമായി വിജയിച്ച് നിയമസഭയിലെത്തിയത്. 53 വർഷം പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന ചരിത്രമുണ്ട്. എന്നാൽ ഇത്തവണ തൻ്റെ പിതാവിൻ്റെ റെക്കോർഡുകളെല്ലാം മറികടന്ന് ഭൂരിപക്ഷം 1,00,000 കടത്തിയെന്നത് ചാണ്ടി ഉമ്മൻ്റെ വ്യക്തിപരമായ വിജയമായി അത് നമുക്ക് വിലയിരുത്താം. അഭിഭാഷക വൃത്തിയും പഠനവും കേരളത്തിന് പുറത്തായിരുന്നതിനാൽ തുടക്കത്തിൽ മണ്ഡലത്തിൽ അത്ര സുപരിചിതനായിരുന്നില്ല ചാണ്ടി ഉമ്മൻ. എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലം മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും നിറസാന്നിധ്യമായി മാറിയ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിക്കാരുടെ ഹൃദയത്തിൽ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തി. പുതുപ്പള്ളിയിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഓടി നടന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിടത്തെല്ലാം ഓടിയെത്തി വീടുകൾ കയറി ഇറങ്ങി വോട്ടഭ്യർത്ഥിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, ഒരു മാതൃക തന്നെയായിരുന്നു. പിതാവിനെ പോലെ തന്നെ മണ്ഡലം കൈവെള്ളയിൽ കൊണ്ടു നടന്നു കഴിഞ്ഞ 5 വർഷവും. മണ്ഡലത്തിലെ ഏത് വീട്ടിൽ ഒരു ചടങ്ങ് നടന്നാലും രാഷ്ട്രീയമൊന്നും നോക്കാതെ അവിടെ ഓടിയെത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു ചാണ്ടി ഉമ്മൻ. ആ പതിവ് ഇനിയും തെറ്റിക്കില്ല. പുതുപ്പള്ളി പുണ്യാളൻ്റെ എല്ലാ അനുഗ്രഹവും ചാണ്ടി ഉമ്മനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ചാണ്ടി ഉമ്മനെ പോലെയുള്ള ഒരാളിനെയാണ് ജനപ്രതിനിധിയായി വരേണ്ടത്.